സ്നേഹപൂർവ്വം ക്ഷമ സീരിയലിൻ്റെ കമ്മിങ് സൂൺ എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളെല്ലാവരും ആഗ്രഹിച്ചൊരു അടിപൊളി പ്രൊമോയാണ് വന്നിരിക്കുന്നത്. വരുൺ രാധികയാണ് താൻ താലികെട്ടിയ പെണ്ണെന്ന് എല്ലാവർക്കും മുമ്പിൽ വിളിച്ചു പറഞ്ഞ രാധികയെ ആറ്റുവാശ്ശേരിയിൽ നിന്നും എല്ലാവരുടെയും കൺമുമ്പിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടുപോകുന്ന കിടിലൻ പ്രൊമോയാണ് വന്നിരിക്കുന്നത്. അങ്ങനെ ഡാൻസ് സ്കൂളിലെ രാധികയുടെ ഡാൻസ് പെർഫോമൻസും അവിടുത്തെ കുട്ടികളോടുള്ള രാധികയുടെ പെരുമാറ്റവും സ്നേഹമൊക്കെ കണ്ട് രാധികയെ തൻ്റെ സിനിമയിലെ നായികയാക്കാമെന്ന് ഇന്ദ്രജിത്ത് തീരുമാനിക്കുകയാണ്. ഈ കാര്യം അവിടെ വരുണിൻ്റെയും പ്രിയങ്കയുടെയും രാധികയുടെയും ക്ഷമയുടെയൊക്കെ മുമ്പിൽ വെച്ച് അയാൾ പറയുന്നുണ്ട്. അങ്ങനെ അവിടെ വെച്ച് രാധികയുടെ സമ്മതം ചോദിക്കുമ്പോൾ പ്രിയങ്കയും വരുണും തമ്മിൽ വേർപിരിയാതിരിക്കാനായിട്ട് രാധിക സിനിമയിൽ അഭിനയിക്കാൻ സമ്മതമാണെന്നും പറയുവാണ്. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞ് കലിപ്പുണ്ട് വീട്ടിലേക്ക് വരുന്ന പ്രിയങ്ക തിരിച്ച് വീട്ടിലെത്തിയ രാധികയോട് വളരെ മോശമായിട്ട് പെരുമാറുവാണ് കേട്ടോ. രാധികയെ ഉപദ്രവിക്കുകയും എൻ്റെ സ്വപ്നങ്ങളെല്ലാം നിങ്ങൾ നശിപ്പിക്കുമല്ലോ എന്ന് ചോദിച്ച് രാധിക ഒരുപാട് ചീത്ത പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ സമയം അച്ഛനും അമ്മയും എന്താ കാര്യം എന്ന് അന്വേഷിക്കുമ്പോഴായിരിക്കും പ്രിയങ്ക കാര്യങ്ങളൊക്കെ പറയുന്നത്. അങ്ങനെ രാധിക സിനിമയിൽ അഭിനയിക്കാൻ പോകുവാണെന്നറിഞ്ഞ് വിശ്വസിക്കാനാവാതെ നിൽക്കുവാണ് യശോദയും ദേവനും ഒക്കെ. അന്നേരം ദൈവം പറയുവാണ്, പ്രിയങ്ക മോളെ, ചിലപ്പോൾ ഈ ഒരു ഭാഗ്യം രാധികയെ തേടിയായിരിക്കും വന്നത്. അവളുടെ കഴിവ് കണ്ടല്ലേ ആ ഡയറക്ടർ രാധിക മോളെ സിനിമയിൽ എടുക്കുവാന്ന് പറഞ്ഞത്. മാത്രമല്ല എൻ്റെ മോൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അവൾ അഭിനയിച്ചോട്ടെ. ദേവൻ്റെ ആ വാക്കുകളും കൂടിയാകുമ്പോൾ പ്രിയങ്ക കവിതുള്ളി അവിടെ നിന്നും പോകുവാണ്. പിന്നീട് അടുത്ത ദിവസം മ്യൂസിക് സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന രാധികേനെ വഴി വെച്ച് കാണുവാണ് വരുണിനെ കാണുന്നതും രാധിക ഒന്നും സംസാരിക്കാതെ അവിടെ നിന്ന് പോകാൻ തുടങ്ങുമായിരിക്കും. എന്നാൽ വരുൺ രാധിക തടഞ്ഞു നിർത്തി സംസാരിക്കുവാണ്. താൻ ആ സിനിമയിൽ അഭിനയിക്കാൻ പാടില്ല എന്ന് വരുൺ പറയുവാണ്. അന്നേരം രാധിക പറയണേ, ശരി ഞാൻ അഭിനയിക്കാതിരിക്കാം, പക്ഷെ വരുൺ പ്രിയങ്കേനെ ഉപേക്ഷിക്കാൻ എടുത്ത തീരുമാനം അത് മാറ്റണം. വരുൺ പ്രിയങ്കയെ ഉപേക്ഷിക്കാൻ പാടില്ല. അതേക്കുമ്പോൾ വരുൺ അത് സമ്മതിക്കില്ല. ഇല്ല, എൻ്റെ ജീവിതം ആരോടൊപ്പം ജീവിക്കേണ്ടെന്ന് ഞാനാ തീരുമാനിക്കുക. അന്നേരം രാധിക പറയണേ, അങ്ങനെയാണെങ്കിൽ എൻ്റെ ജീവിതത്തിലെ കാര്യത്തിൽ വരുണും ഇടപെടണ്ട. അങ്ങനെ പറഞ്ഞ് രാധിക അവിടെ നിന്നും പോകുവാണ് കേട്ടോ. രാധികയുടെ വാക്കുകൾ കേട്ട് വരുണും അല്ലാതെ വിഷമമാകുവാണ്. പിന്നീട് കാണിക്കുന്നത് അമ്പലത്തിൽ വെച്ച് ദേവനോട് വരുണും പ്രിയങ്കയും രാധിക സിനിമയിൽ അഭിനയിക്കുന്നതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം രാധിക ഉണ്ടാകും കേട്ടോ അവിടെ. അവർ രാധിക സിനിമയിൽ അഭിനയിപ്പിക്കാൻ സമ്മതിക്കരുത് എന്നുള്ള രീതിയിലാണ് ദേവനോട് സംസാരിക്കുന്നത്. അന്നേരം ദൈവം പറയുക, ഇതിപ്പോൾ എൻ്റെ മോളെ തേടി വന്ന ഭാഗ്യമോ, അത് ഞാനായിട്ട് എങ്ങനെ തട്ടിത്തെറിപ്പിക്കുക, അതെന്നെ കൊണ്ടാവില്ല എന്ന് പറയുവാണ് കേട്ടോ. അങ്ങനെ അച്ഛൻ്റെ വാക്കുകളൊക്കെ കേട്ട് പ്രിയങ്കയ്ക്ക് വീണ്ടും ദേഷ്യമാകുവാണ്. പിന്നീട് കാണിക്കുന്നത് റൂമിലിരിക്കുന്ന പ്രിയങ്കേനെയാണ് കേട്ടോ. ഈ സമയം ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് കൽപ്പന പ്രിയങ്കയുടെ മനസ്സിനെ ചൂടുപിടിപ്പിച്ചുകൊണ്ടിരിക്കുവാണ്. നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ കഴുത്ത് ഞെരിച്ച് കൊന്നേനെ അവളെ. ഈ സമയം ഇതെല്ലാം കേട്ട് വരുണാണെങ്കിൽ അങ്ങ് ദേഷ്യമാകുവാണ്. പിന്നീട് കാണിക്കുന്നത് അന്ന് രാത്രി തന്നെ വരുൺ പ്രിയങ്കയും കൂട്ടി ആറ്റുവാശ്ശേരിയിലെത്തുവാണ് കേട്ടോ. അങ്ങനെ കാറിൽ നിന്നും പ്രിയങ്കയെ പിടിച്ചിറക്കി മുറ്റത്തേക്ക് വലിച്ചെറിയുവാണ് വരുൺ. ഈ കാഴ്ച കണ്ട് എന്താ സംഭവിക്കുന്നതെന്നറിയാതെ ഞെട്ടലോടുകൂടി നിൽക്കുവാണ് ദേവനും യശോദയും മുത്തശ്ശിയും രാധികയൊക്കെ. ഈ സമയം അവർക്കെല്ലാവർക്കും മുമ്പിൽ വെച്ച് വരുൺ എല്ലാ സത്യങ്ങളും വിളിച്ചു പറയുവാണ്. ഇവളിനി എൻ്റെ ജീവിതത്തിലുണ്ടാവില്ല. ഞാൻ സ്നേഹിച്ചതും താലിയെട്ടിയതും ചേർത്ത് പിടിച്ചതുമൊക്കെ ഒരു പെണ്ണിനെ മാത്രമാണ് എന്നും പറഞ്ഞ് രാധികയെ ചേർത്ത് പിടിക്കുവാണ്ടോ വരുൺ. ദേ ഈ നിൽക്കുന്ന അച്ഛൻ്റെ മകൾ രാധികയുടെ കഴുത്തിലാണ് ഞാൻ താലി കെട്ടിയത് എന്നും പറഞ്ഞ് രാധികയുടെ കഴുത്തിലുള്ള ആ താലി എടുത്ത് കാണിച്ചു കൊടുക്കുവാണ്ടോ വരുൺ. ദേവനും യശോദയും എല്ലാവരും ഞെട്ടലോടുകൂടി നിൽക്കുവാണ്. ഇവള് എൻ്റെ ഭാര്യയാണ്, ഞാൻ താലി കെട്ടിയ എൻ്റെ പെണ്ണ്, അതുകൊണ്ട് ഇവളിനി കണിമംഗലത്താണ് നിൽക്കേണ്ടത്. ഞാനിവളെ ഇപ്പം തന്നെ ഇവിടുന്ന് കൊണ്ടുപോകുക, അതിനുള്ള അവകാശം എനിക്കുണ്ട് എന്നും പറഞ്ഞ് വരുൺ രാധികയുടെ കൈ പിടിച്ച് അവിടെ നിന്നും കാറിൽ കയറി പോകുവാണ്. അപ്പോൾ ഇതാണ് ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രൊമോയിൽ കാണിക്കുന്നത്. ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.